ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ സ്കിൽ അസസ്മെൻറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്കിൽ അസസ്മെൻറ്റ് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, വൈഫ് ഒരു സിവിൽ എഞ്ചിനീയറാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഏജൻസി എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ് കോമ്പിറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ CDR റിപ്പോർട്ട് ഉണ്ടാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 3 പ്രൊജക്ട്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ഒന്നല്ലെങ്കിൽ അക്കാഡമിക്, അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് നമുക്ക് മിക്സ് ആയിട്ടും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാഗറിസം ഒരു വളരെ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകളിൽ നിന്നോ ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരിക്കലും ഈ പ്രൊജക്ട് റിപ്പോർട്ട് വെക്കാമെന്ന് നമ്മൾ ഒരിക്കലും നോക്കരുത്. നമ്മൾ കുറച്ച് പഠിച്ചതിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്തിട്ട് ചെയ്യണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ ഏജൻസികളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അവർ ഇതിന് വേണ്ടിയിട്ട് ചെറിയ ഫീസ് എന്തെങ്കിലും കാര്യം വെച്ചിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ചാർജ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് $1000 ആണ്. ഫാസ്റ്റ് ട്രാക്കിലും അല്ലെങ്കിൽ നോർമൽ 2 ഓപ്ഷൻസ് ഇതിനകത്ത് അവർ തരുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1 to 3 months ആണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പേപ്പേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഒരു പാർട്ട്ണറും കൂടെ നമുക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരും ഒരേ ടൈമിൽ തന്നെ സ്കിൽ അസസ്മെൻറ്റിന് വെക്കുന്നതാണ് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം പാർട്ട്ണറിന് നിങ്ങൾക്ക് അവരുടെ IELTS-ഉം സ്കിൽ അസസ്മെൻറ്റും കൂടി 10 points നിങ്ങൾക്ക് അവർക്ക് തരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ 15 points-ഉം അവരുടെ 10 points-ഉം കൂടെ വരുമ്പോൾ 25 points ഈ ഒരു ചെറിയൊരു പ്രോസസ്സിൽ നിന്ന് കിട്ടുന്നതാണ്. അതൊരിക്കലും നിങ്ങൾ കളയരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.